ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് കൂടി വരുവാനും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. കടന്നിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യം. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം. ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് എന്റെ മേൽ ആ ജീവൻ ഇന്ന് പകൽ പ്രത്യക്ഷമായി തീരുന്നു. ആ ജീവന്റെ പ്രത്യക്ഷത എന്റെ മേൽ വെളിപ്പെടുവാൻ, ഏതൊക്കെയോ നിർജീവമായി പോയ പ്രാർത്ഥന അനുഭവങ്ങളിൽ ആ ജീവന്റെ പ്രത്യക്ഷത വെളിപ്പെടുവാൻ, നിർജീവമായി പോയ സാമ്പത്തിക മേഖലയിൽ ആ ജീവന്റെ പ്രത്യക്ഷത വെളിപ്പെടുവാൻ, ശാരീരികമായ ബലഹീനതയിൽ ആ ജീവന്റെ പ്രത്യക്ഷത വെളിപ്പെടുവാൻ, എന്റെ ആത്മീക ജീവിതത്തിൽ എവിടെയൊക്കെയോ തണുത്തുപോയ അനുഭവങ്ങളിലോ ആ ജീവന്റെ പ്രത്യക്ഷത വെളിപ്പെടുവാൻ ദൈവസന്നിധിയിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അങ്ങ് എന്നോട് സംസാരിക്കും, ഇവിടെ വ്യക്തിപരമായ ഇടപെടൽ. ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കും. അവിടുത്തെ ശബ്ദത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കും. അവിടുന്ന് അടിയങ്ങളോട് കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം ശക്തിയോടെ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യം. ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ജീവൻ എനിക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും സാക്ഷീകരിക്കുകയും ചെയ്യും. അതാണ് യോഹന്നാന്റെ സാക്ഷ്യം. ദൈവത്തിന്റെ ജീവൻ എന്റെ മേൽ പ്രത്യക്ഷമായാൽ, ദൈവത്തിന്റെ ജീവൻ പ്രത്യക്ഷമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കർത്താവുമായുള്ള ഒരു നിരന്തരമായ ബന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടായ, ഏത് സമയത്തും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടാകും. പഴയ നിയമത്തിൽ ദൈവമേ എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ പുതിയ നിയമസഭ അപ്പാ എന്ന് പറഞ്ഞ നമ്മുടെ ആവശ്യങ്ങളെ പറയാനുള്ള പ്രാഗൽഭ്യം. ആ ഒരു പ്രാഗൽഭ്യമാണ് ആത്മാവിന്റെ അടുത്ത തലത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുന്നത്, അതാണ് ക്രിസ്ത്യൻ ജീവിതത്തിന്റെ സന്തോഷം. അപ്പോൾ നമുക്ക് മനസ്സും ശരീരവും ഒക്കെ ഫ്രീ ആയി തീരാനായിട്ട് ഇടയായിത്തീരും. ഞാൻ സാധാരണ പറയുന്നൊരു അനുഭവമാണ്. എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എത്ര പ്രതിസന്ധിയുള്ള യാത്രയിലാണെങ്കിലും
ഏത് കൂരിട്ടുള്ള യാത്രയിലാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഭയമുണ്ടായില്ല. എന്താ കാര്യം? അപ്പൻ കൂടെ ഉണ്ട്. ഇതുപോലെ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന ഉറപ്പാണ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ കൂടെ കൂടെ വിളിക്കാറുണ്ടല്ലേ? എന്തിനാ വിളിക്കുന്നത്? നമ്മുടെ വെളിപ്പാടിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങള് ഉണ്ടോ എന്ന് അറിയാനായി, ആ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക. ഏതൊരു സംഭവം പറയാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന ഏകജാതനായ മകനെ മോറിയ മലയിൽ ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഞാൻ കഴിയും. അബ്രഹാം ദൈവ ശബ്ദം കേട്ടു. പിറ്റേ പ്രഭാതത്തിൽ യാത്ര തിരിച്ചു. 3 ദിവസം യാത്ര കഴിയുമ്പോൾ ബാല്യക്കാരെയും കഴുതയും കോപ്പും എല്ലാം താഴ്വരയിൽ നിർത്തി. അബ്രഹാമും തന്റെ മകനും ആ മല കയറുമ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിനകത്തുള്ള ധൈര്യം, മകന്റെ തലയിൽ യാഗപീഠത്തിൽ അടുക്കാനുള്ള വിറകുണ്ട്, അപ്പന്റെ കയ്യിൽ ഒരു യാഗമൃഗത്തെ അറുക്കാനുള്ള കത്തിയും യാഗപീഠത്തിലേക്ക് പകരമുള്ള തീയുമുണ്ട്. അപ്പോ നമ്മൾ ഓർക്കണം, ഇന്ന് നമുക്ക് തീപ്പെട്ടി കൊണ്ടുപോയാൽ മതി. 3 ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോ ഉണ്ടായ ആ തീക്കനൽ അണയാതെ ആര് സൂക്ഷിച്ചു? അബ്രഹാം സൂക്ഷിച്ചു. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ച്? കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ കയ്യിൽ, നമ്മുടെ അകത്ത് കത്തിയ ആ വചനത്തിന്റെ തീ എത്ര ദിവസം നമ്മുടെ കയ്യിൽ നിന്നു? അബ്രഹാം 3 ദിവസം ആ തീക്കനൽ അണയാതെ സൂക്ഷിച്ചു. അന്നൊരു പക്ഷേ തീ കനല് കൂട്ടിയായിരിക്കാം കൊണ്ടുപോകുന്നത്. ആ മകൻ ചോദിക്കുകയാണ്, അപ്പ യാഗത്തിന് വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, അണയാത്ത തീ തന്റെ കയ്യിലുണ്ട്, യാഗപീഠം കത്തിക്കുക. യാഗമൃഗം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അബ്രഹാമിന്റെ ഉറച്ച തീരുമാനം, എന്നോട് ഇടപെട്ട ഒരു ദൈവം എന്റെ കൂടെ ഉണ്ട്, ആ ദൈവം കരുതിക്കൊള്ളും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് സഭയോട് പറയാൻ ദൂതുണ്ട്. എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആ ദൈവം എനിക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് കരുതുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഏതൊക്കെ മേഖലയിൽ ആ കർത്താവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയോ, ഇന്ന് പകൽ ആ ലൈനൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ഏതൊക്കെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടുകയാണ്, ഏതൊക്കെയോ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടുകയാണ്. ആ ദൈവ മഹത്വം ചിലരെ കൽപ്പിക്കുക, ദൈവം ചിലരെ തൊടുകയാണ്, കർത്താവിന്റെ തേജസ് ചിലരുടെ മേൽ വ്യാപരിക്കുകയാണ്. ആ ഒരു സാന്നിധ്യം അബ്രഹാമിന് നല്ല ഉറപ്പുണ്ട്. എന്നെ വീട്ടിൽ വെച്ച് എന്നോട് സംസാരിച്ച എന്റെ കർത്താവ് എന്നോടൊപ്പം ഉണ്ട്. അവൻ കരുതുന്നവനാണ്. ഹല്ലേലൂയ. എന്റെ നിർജീവാവസ്ഥയിൽ, എന്റെ ഭാര്യയുടെ ശരീരത്തിന്റെ നിർജീവാവസ്ഥയിൽ ലോകപ്രകാരം ഒരു തലമുറ ജനിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത സ്ഥാനത്ത് ഈ തലമുറയെ തരാൻ കഴിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന ദൈവം എനിക്കുണ്ട്. അബ്രഹാമിന്റെ വിശ്വാസം, എന്റെ മകനെ യാഗം കഴിക്കേണ്ടി വന്നാലും ആ ചാമ്പൽ കൂനയിൽ നിന്ന് ഒരു മകനെ ഉണ്ടാക്കി തരാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. ബാല്യക്കാരോടൊരു വാക്ക് പറഞ്ഞിട്ടാ പോകുന്നത്, നിങ്ങൾ ഇവിടെ ഇരിപ്പി, ഞാനും മകനും യാഗം കഴിച്ച് മടങ്ങി വരാം. മകനെ യാഗം കഴിച്ചിട്ട് വരാമെന്നല്ല പറയുന്നത്, ഞാനും മകനും അവിടത്തോളം പോയി യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം.
ഇന്നോ എത്ര പേർക്കാണ് ഹൃദയത്തിനകത്ത് ഉറപ്പുള്ളത്? ഇന്ന് പകൽ ആ കർത്താവിന്റെ സാന്നിധ്യം എന്റെ മേൽ വെളിപ്പെടും, ആ കർത്താവിന്റെ പ്രത്യക്ഷത എന്റെ മേൽ വെളിപ്പെടും. ഞാൻ ഭാരത്തോടെ കൊണ്ടുവന്ന വിഷയത്തിന് പരിഹാരവുമായിട്ട് മടങ്ങിപ്പോയുള്ളൂ. അതാണ് നമ്മുടെ വിശ്വാസം, അതാണ് നമ്മുടെ പ്രത്യാശ. ക്രിസ്തീയ ജീവിതം ടെൻഷൻ ഇല്ലാതെ ജീവിക്കണം. എപ്പോഴാണ് ടെൻഷൻ മാറുന്നത്? ശത്രുവിന്റെ ഏറ്റവും വലിയ തന്ത്രം നമുക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻ കൊണ്ടുവരിക. എനിക്ക് ചില നാളുകൾക്ക് മുമ്പ് വരെ ചില വിഷയങ്ങൾക്ക് മനസ്സിലാകുന്ന ഭയങ്കര ടെൻഷനാണ്. കാത്താനുള്ള നീ ടെൻഷൻ വിചാരിച്ച വല്ല കാര്യമുണ്ടോ? എന്റെ മനസ്സൊന്ന് പറയാറുണ്ട്. ചില കുടുംബങ്ങൾക്ക് വിടുതൽ വരാത്തതിന്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, അവർ ദൈവസന്നിധി പ്രാപിക്കണം, അവർ പ്രാപിച്ചോണ്ട് നീ അതിനെ വ്യാകുലപ്പെടുന്നത്. നീ വ്യാകുലപ്പെട്ടുള്ള ഒരു കാര്യവും ഇല്ല. ഇവിടെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ക്യാമ്പസിനകത്ത് പല കാര്യങ്ങൾ നടക്കാറുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ ദൈവസന്നിധിയിലേക്ക് കർത്താവ് നിനക്കാണെങ്കിൽ സഭ ദൈവത്തിൻ്റെതാ. യേശു കർത്താവ് അപ്പോസ്തലർ 20:22 പറയുന്നത് എന്താ? യേശു കർത്താവ് തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാണ് സഭ. സഭ വിജയഭാസുക വകയല്ല, ഇവിടെ ആരുടെയും വകയല്ല. വിനയോ കർത്താവ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. ആ ഒരു വെളിപ്പാട് എന്റെ അകത്ത് വന്നവൻ ടെൻഷൻ മാറി. ഇത് കർത്താവ് ബാധിച്ച് ആ കർത്താവിന് ആവശ്യമുള്ള ചെയ്തോട്ടെ. കർത്താവ് ആവശ്യമുള്ള തക്ക സമയത്ത് നന്നായി ചെയ്യും നമ്മൾ ചെയ്യുന്നതിനേക്കാൾ. അവിടെ ദൈവത്തിന്റെ സമയം വരെ നമ്മൾ കാത്തു നമ്മുടെ മനസ്സൊന്ന് ഫ്രീ ആയിട്ട് ഇന്ന് പകൽ ഈ വചനത്തെ ഒന്ന് അകത്തേക്ക് കടത്തിവിടാമോ? ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ, അത് ഹൃദയത്തിനകത്ത് വേരുവാൻ നമുക്ക് എത്രമാത്രം താല്പര്യമുണ്ടാകും. നമുക്ക് ഈ ലോകത്തിൽ പല കാര്യങ്ങൾ, ഞാൻ ഇടയ്ക്ക് ഒരു ഭവനത്തിലെ ഒരു സഹോദരനോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ വിവാഹമൊക്കെ നന്നായിട്ട് നടക്കും, പക്ഷെ അവിടെ കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഡിവോഴ്സ് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കല്യാണത്തിന് കാലാവസ്ഥ അനുകൂലമാക്കാൻ, സാമ്പത്തിക ക്രമീകരണങ്ങൾ, നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല ശിശു നടക്കണം, അതാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷെ അതിനുശേഷം നടക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അധികം. ഇതെല്ലാം ദൈവം തരും അല്ലേ? 1 രൂപ ഇല്ലാത്തപ്പോഴും വിവാഹം നിശ്ചയിച്ചാൽ കല്യാണം നടത്താൻ ദൈവം വിശ്വാസം. അതിന് ഏറ്റവും വലിയ സാക്ഷിയാ ഞാൻ. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും കരുതി വെച്ചിട്ടല്ല കാര്യങ്ങൾ ചെയ്തത്. എല്ലാം ചെയ്യാൻ തക്ക സമയത്ത് നന്നായി ചെയ്യുവാൻ കഴിയുന്ന ദൈവം നമുക്കുണ്ട്. ഇവിടെ കർത്താവിന്റെ വചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ കൊണ്ട് അറിയിക്കുകയും ചെയ്യും. എന്റെ മേൽ ജീവൻ പ്രത്യക്ഷമായപ്പോൾ ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന നിത്യജീവനെ കുറിച്ചാണ്. എന്റെ മേൽ പ്രത്യക്ഷമായ ജീവൻ, എന്റെ അകത്ത് പരിവർത്തനം നടന്നപ്പോൾ എന്റെ മേൽ പ്രത്യക്ഷമായ ജീവനെയല്ല, ഒരു പടി കൂടെ ആഴത്തിൽ നിത്യജീവനെയാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്. അതായിരിക്കണം ദൈവവചനത്തിന്റെ ജീവിതത്തിൽ ആവശ്യം. നാം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സങ്കീർത്തനങ്ങളിലൂടെ കേട്ടതുപോലെ നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം, ആ രക്ഷയുടെ സന്തോഷം മറ്റുള്ളവരോട് പങ്കിടുവാൻ ഒരു ആർത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ എന്ത് അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നത്? നമ്മൾ അനുഭവിച്ച സന്തോഷവും വിടുതലും മറ്റാരോടും പകരം നമുക്ക് മനസ്സില്ല. എനിക്ക് കിട്ടി എനിക്ക് മാത്രം ഇരിക്കണം, ഇല്ല. അതാണ് വചനം പറയുന്നത്. മറ്റുള്ളവരോട് പങ്കിടണം, അവരെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുക. ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ഈ വർഷം അവസാനിക്കും. ഡിസംബർ മാസം 31-ാം തീയതി രാത്രി നമ്മളെല്ലാം എഴുന്നേറ്റ് സാക്ഷ്യം പറയുമ്പോൾ എത്ര പേരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറയാൻ നമുക്ക് കഴിയണം. എത്ര പേരെ ആ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയണം. അതാണ് സാക്ഷ്യം. ഒരു വർഷക്കാലം ജയത്തോട് നടത്തി അതാർക്കും അറിയാത്തത്? നാം അറിഞ്ഞ രക്ഷയെ കുറിച്ച്, നാം അറിഞ്ഞ സത്യത്തെ കുറിച്ച് എത്ര പേരോട് നമുക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞു?
എത്ര പേരെ ഈ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞു? എന്റെ മേൽ വെളിപ്പെട്ട പ്രത്യക്ഷമായ ആ ദൈവിക വെളിച്ചം എനിക്ക് മക്കളോട് പങ്കിടാൻ കഴിഞ്ഞുവോ? ഞാൻ അറിഞ്ഞ സത്യത്തെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞുവോ? അതായിരിക്കണം സാക്ഷ്യം. അതിനാണ് സ്വർഗത്തിൽ പ്രതിഫലമുള്ളത്. ഈ ലോകത്തിലെ ഭൗതികമായ കാര്യങ്ങളല്ല, ഭൗതികമായതെല്ലാം ദൈവം തരാൻ വിശ്വസ്തനാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അതോടൊപ്പം ദൈവം സകലതും തരും. അത് 23 ദാവീദ് പറയുന്നത്, യഹോവ എന്റെ ഇടയനായതുകൊണ്ട് എനിക്കൊരു മുട്ടും ഇല്ല. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് ഉള്ള അവസ്ഥയിലല്ല, നമ്മൾ ഇന്നലകളിലായിരുന്ന അവസ്ഥകളിലേക്ക് തിരിഞ്ഞു നോക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഒരു മണി ചോറ് താഴെ വിടാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ അവരോട് ഓർപ്പിക്കാറുണ്ട്, വിശപ്പടക്കാൻ ഭക്ഷണമില്ലാത്ത നാളുകളിലൂടെ കടന്നുപോയ ഒരു അവസ്ഥയുണ്ട്. ഇന്നത്തെ കൊച്ചുമക്കൾക്ക് അത് അറിയില്ല. അത് അവരെ ഓർപ്പിക്കാതെ ഉത്തരവാദിത്വം എന്റെ മേലുണ്ട്. ഇന്നലകളിൽ നാം കടന്നു വന്ന വഴികളിലൂടെ ദൈവം എത്ര അതിശയകരമായി നടത്തി. അന്ന് പട്ടിണിയാണെങ്കിലും ഹൃദയത്തിനകത്ത് സന്തോഷമില്ലേ? ഭവനത്തിനകത്ത് സമാധാനമില്ലേ? ഇന്ന് സകലതും ഉണ്ടായിട്ടും കുടുംബത്തിനകത്ത് സ്വസ്ഥതയുണ്ടോ? ഇന്നും പട്ടിണിയില്ല വീട്ടിൽ, പക്ഷെ സമാധാനമുണ്ടോ? സ്വസ്ഥതയുണ്ടോ? എവിടെ പോയി ആ കർത്താവിന്റെ നിന്ന് നമ്മൾ പ്രാപിച്ച കർത്താവ് എന്റെ മേൽ പ്രത്യക്ഷമായി എനിക്ക് പകർന്നു തന്ന ആ ജീവന്റെ തുടിപ്പുണ്ടല്ലോ, അത് എനിക്ക് മാത്രം സ്വന്തമല്ല, അത് നിത്യജീവന്റെ വിത്തായി അനേകരുടെ മേൽ വിതയ്ക്കുവാൻ ഒരു ദൈവവേദന കഴിയണം. അതാണ് വർധനമുണ്ടാകുന്നത്. കർത്താവ് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ, ഗോതമ്പ് മണി നിലത്ത് മണ്ണിൽ പുതച്ചു വയ്ക്കാത്തിടത്തോളം, ഒരു നെല്ല് വിത്ത് മണ്ണിൽ, ഈർപ്പമുള്ള മണ്ണിൽ അത് പൂഴ്ത്തി വയ്ക്കാത്തിടത്തോളം എത്ര വർഷം അത് 10,000 കിടന്നാലും അത് ഒരു നെല്ലായിട്ട് തന്നെ ഇരിക്കും. അത് 100 മേനി ഫലം വിളയണമോ അതിന് ഈർപ്പമുള്ള സ്ഥലത്ത് നടണം. ഇന്ന് പകൽ കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതാണ് ഒരു വർധനവിലേക്ക്. ജീവന്റെ പ്രത്യക്ഷത എന്റെ മേൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് മതി എന്ന് വയ്ക്കാതെ നിത്യജീവന്റെ പ്രത്യക്ഷതയ്ക്കായി ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എന്തിനു വേണ്ടിയാ? എന്റെ 3-ാം വാക്യം, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളതും നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്, ഞങ്ങൾക്ക് നിങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. അപ്പോ ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. അടുത്ത ഭാഗം, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. ആർക്കാണ് ഈ മഹത്വത്തെ, ഈ വെളിച്ചത്തെ, ഈ ജീവനെ മറ്റുള്ളവർക്ക് പകരാൻ കഴിയുന്നത്? ക്രിസ്തുവുമായി കൂട്ടായ്മ ഉള്ളവർക്ക്, യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ കൂട്ടായ്മ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മറ്റുള്ളവരോട് പകരാനായിട്ട് കഴിയൂ. വ്യക്തിപരമായി നമുക്ക് ചിലപ്പോൾ പാസ്റ്ററുമായി നമുക്ക് ബന്ധം കാണും, പല ദൈവദാസന്മാരുമായിട്ട് ബന്ധം കാണും, പക്ഷെ ക്രിസ്തുവുമായുള്ള ബന്ധം ഇരിക്കുന്നു. ഇവിടെ അഭിഷക്തൻ പറയുന്നു, ഞങ്ങൾക്ക് കൂട്ടായ്മ ക്രിസ്തു യേശുവുമായിട്ടാണ്. യേശു ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല, സ്വസ്ഥതയില്ല. എന്താ കാര്യം? കർത്താവിന്റെ ആത്മാവ് നമ്മെ എപ്പോഴും ഇങ്ങനെ ഉദ്ദീപിപ്പിച്ചുകൊണ്ടേയിരിക്കും, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ. 1-ാം വാക്യം കൂടെ വായിക്കാം. ആദ്യം മുതലുള്ളത് ഞങ്ങൾ കേട്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ നോക്കിയത്, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. ഈ പ്രത്യക്ഷമായ വചനം ജീവന്റെ വചനമാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം
ദൈവത്തോടുകൂടി ഈ വചനം ദൈവമായി. അപ്പൊ ദൈവമാകുന്ന വചനത്തെ ഞങ്ങൾ തൊട്ടു നോക്കിയതാണ്. ഈ കർത്താവിനെ ഒന്ന് തൊട്ടു നോക്കാൻ ഇന്ന് പകലത്തോട് തയ്യാറാണ്. 34 സങ്കീർത്തനക്കാരൻ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. കർത്താവിനെ രുചിക്കാൻ തക്കവണ്ണം നമ്മുടെ അടുക്കലുണ്ടോ? നമ്മുടെ വേദനകളെ ഒന്ന് അറിയുവാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ വശത്തുണ്ടോ? ആ കർത്താവുമായി ഒരു നിരന്തരമായ കൂട്ടായ്മ ബന്ധം നമുക്കുണ്ടോ? നമ്മുടെ ആരാധനയ്ക്ക് സ്ഥിരം വരുന്നവരിൽ ഒരാൾ വന്നില്ലെങ്കിൽ കൂടെയുള്ള വിശ്വാസം ചോദിക്കും, എന്ത് പാസ്റ്റർ ഇന്ന ആളിനെ കണ്ടില്ലായിരുന്നു? വല്ലപ്പോഴും വരുന്നവരെ കുറിച്ച് ചോദിക്കാറില്ല. സ്ഥിരമായി വരുന്ന ഒരാളെ കാണാതിരിക്കുമ്പോൾ ചോദിക്കും, എന്താ പാസ്റ്റർ ഇന്ന ആളിനെ കണ്ടില്ല? എന്താ കാര്യം? ആ കൂട്ടായ്മ ബന്ധം നിലനിൽക്കുന്നത്. നമുക്ക് യേശു ക്രിസ്തുവുമായി അതുപോലൊരു കൂട്ടായ്മ ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് പറയാം. ദൈവസ്ഥിതി പറയുവാൻ ഒരു പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധം. ഇവിടെ അപ്പോസ്തലന്മാർ ഓർപ്പിക്കുന്നത് ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ആ ജീവൻ ഞങ്ങളുടെ പ്രത്യക്ഷം. എബ്രായർ 4:12 പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അപ്പൊ ജീവനുള്ളത് മാത്രമല്ല, അത് ചൈതന്യത്തോടെ ചലിക്കുന്നതാണ്. പലരുടെ മേലും ജീവനുണ്ട്, പക്ഷെ ചലനമില്ല. ഒരു മനുഷ്യൻ ജീവൻ മാത്രം ഉണ്ടെന്ന അവസ്ഥയിൽ കിടന്നാൽ ആ മനുഷ്യനോട് വല്ല പ്രയോജനമുണ്ടോ? അനേക ക്രിസ്ത്യാനികൾ നിർജീവാവസ്ഥയിലാണ്. ജീവനുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ചലനമുണ്ടോ? പ്രവർത്തനമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം നോക്കുമ്പോൾ ജീവനുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ പ്രവർത്തനമൊന്നും ഇല്ല. നമ്മൾ പലപ്പോഴും ദൈവത്തെ കുറ്റം പറയുന്നത്, ദൈവം വിശ്വസ്തൻ. ഞാൻ ഒരു വലിയ ബിസിനസ് സ്ഥാപനത്തില് 5.5 വർഷം കേഷ്യറായിരുന്നു. അവിടെ ഈ ബൾബ്, ട്യൂബ് അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം വിൽക്കുന്ന കടയാണ്. നല്ല ബിസിനസ് നടക്കുന്ന. 40 വർഷങ്ങൾക്ക് മുമ്പ് 40,000 ഒരു ദിവസം ബിസിനസ് നടത്തുന്ന കടയാണ്. എന്നാണെങ്കിൽ 40 ലക്ഷം ആയാലും അതിനൊന്നും തുല്യമാകില്ല. ഒരിക്കൽ ഞാൻ കേൾച്ചിരിക്കുമ്പോ ഒരു ഓട്ടോറിക്ഷയിൽ കുറെ ബൾബുകൾ കൊണ്ടുപോകും, ചെറിയ ടോർച്ചൊക്കെ ഇടുന്ന ബൾബുകൾ. അന്നത്തെ വിലയ്ക്ക് 300 രൂപയ്ക്ക് ആ വന്നയാള് കുറെ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച് ഞാൻ വിചാരിച്ചു ഇത് നല്ല ലാഭം കിട്ടുമല്ല, സാധാരണ നമ്മൾ വാങ്ങുന്നതിന്റെ പകുതി വില ഉള്ളൂ. ഞാൻ അതുകൊണ്ട് വാങ്ങി. സാധാരണ മുതലാളിയോട് അനുവാദം ചോദിക്കാതെ ഞാൻ ഒന്നും വാങ്ങാറില്ല. വൈകിട്ട് മുതലാളി കടയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ കുറെ ലാഭത്തിന് കുറെ ബൾബ് കിട്ടി, അതുകൊണ്ട് ഞാൻ വാങ്ങി. എത്ര വാങ്ങിച്ചു? നമ്മൾ 300 രൂപ വാങ്ങിച്ചു. ഈ മാസത്തിന്റെ ശമ്പളത്തിന്റെ പകുതി നീ നഷ്ടപ്പെടുത്തി എന്നോട്ടുണ്ട്. എന്താ സാറേ ഇത് നല്ല ലാഭം കിട്ടുന്ന ബിസിനസ് അല്ലേ? എന്നോട് പറഞ്ഞു, ആ ഫോൺ നമ്പറിൽ കാണുന്ന ബില്ലിൽ നീ ഒന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ ഫോൺ നമ്പർ ഇല്ല. ഈ ബൾബ് അവിടെ ഒറിജിനൽ സാധനം മാത്രം വിൽക്കുന്ന കടയാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല, ബില്ലില്ലാത്ത സാധനമില്ല. ബില്ലുള്ളത് കൊണ്ടാണ് ഞാൻ മേടിച്ചത്. സാർ അന്ന് എന്നോട് അദ്ദേഹം അഡ്വക്കേറ്റ്, അദ്ദേഹം പറഞ്ഞു, ഒരു സാധനം വാങ്ങുമ്പോൾ ആ ഏജൻസിയുടെ ആ വണ്ടിയിൽ വരുന്ന സാധനമേ വാങ്ങണം. എവറടി ബാറ്ററി വാങ്ങണമെങ്കിൽ എവറടിയുടെ കമ്പനി വണ്ടിയിൽ നിന്നേ വാങ്ങാവൂ, അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ്. ഈ ബൾബ് ഞാൻ വളരെ വേഗത്തിൽ വിറ്റു. പക്ഷെ വിറ്റതെല്ലാം വൈകിട്ട് പിറ്റേ ദിവസം ആളുകൾ വരും. 24 മണിക്കൂറിൽ കൂടുതൽ ഈ ബൾബിന് ആയുസില്ല. ആ മനുഷ്യൻ പാവം
ബിസിനസിന്റെ താല്പര്യം കൊണ്ട് ഞാനങ്ങനെ ചെയ്തതാണ്. അവിടെ ഇനി ഇതുപോലെ ചെയ്താൽ വിജയന്റെ ശമ്പളത്തിൽ ഞാൻ എന്ത് ചെയ്യും? കാണാൻ നന്നായിരിക്കുന്നു, ലാഭം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ കടയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ അത് ഡ്യൂപ്ലിക്കേറ്റ്. അങ്ങനെ ഒരു സ്ഥാപനം ചാലയിൽ അഡ്രസ്സിലാണ് ഇല്ല. ഞാൻ പോയി അന്വേഷിച്ചു, ഇയാളെ നമ്മളെ പറ്റിച്ചല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒരു സ്ഥാപനം ചാലയില് ഇന്ന് അനേക ക്രിസ്ത്യാനികൾ ഇങ്ങനെയാണ്. യേശുവിനെ എനിക്ക് അറിയാമോ? യേശു ആര്? യേശുവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? യേശുവുമായുള്ള കൂട്ടായ്മ ബന്ധമുണ്ടോ? നമ്മൾ പറ്റിക്കപ്പെടരുത്, നമ്മൾ കബളിപ്പിക്കപ്പെടരുത്. പൗലോസ് പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷമായിട്ട് വരുന്നവരെ നിങ്ങൾ വീട്ടിൽ കയറ്റുന്ന ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ളതല്ലാതെ, നമ്മുടെ ആത്മീക വർധനവിന് ആവശ്യമുള്ളതല്ലാതെ ഭൗതികമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ നമ്മെ വീഴ്ത്തുവാൻ നോക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ യേശുവിനെ കണ്ടുകൊണ്ടുവാ. പറയുന്നു, ഞങ്ങൾ തൊട്ടു നോക്കിയതാണ് ഈ ദൈവത്തെ. ആ വെളിച്ചമാണ് ഞങ്ങളുടെ മേൽ പ്രത്യക്ഷമായത്. 3.5 വർഷക്കാലം ഞങ്ങളോടൊപ്പം നടന്നപ്പോൾ ആ വെളിച്ചം ഞങ്ങളുടെ മേൽ പ്രത്യക്ഷമായി മാറി. ആ വെളിച്ചം നമ്മുടെ മേൽ പകരപ്പെടുക. നമ്മുടെ കൂട്ടായ്മ ക്രിസ്തുയേശുവിനോടുകൂടെയാണ്. യേശു ക്രിസ്തുവുമായി നിരന്തരമായ ബന്ധമുള്ള ഒരു ദൈവ പൈതലിന് മറ്റൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കർത്താവ് സകലതും കണ്ടുകൊണ്ടേയിരിക്കുക. അബ്രഹാം ദൈവവുമായി ആ നിരന്തരമായ ബന്ധമുള്ളത് കൊണ്ട്, ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അബ്രഹാം ദൈവത്തോട് സംസാരിക്കുന്ന അതേ പരിചയമുള്ളത് കൊണ്ട് ആ മോറിയ മലയുടെ മുകളിൽ അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ച ആ ശബ്ദം അബ്രഹാം തിരിച്ചറിഞ്ഞു. നമ്മെ എത്രയോ പ്രാവശ്യമായി കർത്താവ് വിളിക്കുകയല്ലേ? ആ ദൈവ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം നമ്മോട് ഇടപെടുന്നുവെങ്കിൽ, നമ്മോട് സംസാരിക്കുന്നുവെങ്കിൽ, നമ്മെ സ്പർശിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അബ്രഹാം ദൈവശബ്ദം തിരിച്ചറിയാൻ കഴിയാതെ പോയെങ്കിൽ തന്റെ ഏകജാതനായ മകനെ താൻ ഏകജാതൻ എന്ന് പറയാൻ പറ്റില്ല, വേറെ മകനുണ്ട്, താൻ സ്നേഹിക്കുന്ന മകനെ ആ മോറിയ മലയിൽ യാഗം കഴിക്കേണ്ടി വരുമായി. കഴുത്തറുത്ത് കൊന്ന ശേഷം കിടന്ന് കൈയും കണ്ണടിച്ചൊരു കാര്യമുണ്ടോ? നമ്മൾ എന്താ പലപ്പോഴും ഇങ്ങനെ വ്യാകുലപ്പെടേണ്ടി വരുന്നത്? കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം നിരന്തരമായി ഈ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ വണ്ണം ഇവിടെ എവിടെയോ അകന്നുപോയി. എവിടെയാണ് ഇനി ഏതു നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ കഴിഞ്ഞ ദിവസം ഇന്ന് പഴയ നിയമം വായിച്ച വേദഭാഗത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു അല്ലേ? നീ നിന്റെ കുറ്റം ഏറ്റു പറഞ്ഞ് എന്റെ സമയം മടങ്ങി വരുവോളം ഞാൻ പോയി എന്റെ സ്ഥലത്ത് ഇരിക്കും. ഞായറാഴ്ച കൂടെ പ്രസംഗിച്ചിട്ടുണ്ട്. 2 or 3 പേർ കൂടുമ്പോൾ അവിടെ നടുവിലുണ്ടെന്ന് പറഞ്ഞ കർത്താവ് പറയുകയാ, നീ നിന്റെ പാപം നിമിത്തമാണ് നീ വീണുപോയത്. നിന്റെ പാപം കുറ്റം ദൈവത്തോട് ഏറ്റു പറഞ്ഞ് മടങ്ങി വരുന്നില്ല എങ്കിൽ ഞാൻ പോയി എന്റെ പഴയ സ്ഥലത്തിരിക്കും, നിന്റെ നടുവിലിരിക്കില്ല. നമ്മുടെ നടുവിലിരുന്നാലേ കർത്താവ് നമ്മുടെ ആവശ്യം കേൾക്കൂ. യെഹെസ്കേൽ പ്രവാചകൻ പറയും, നീ കൂകി നിലവിളിച്ചാലും ഞാൻ കേൾക്കില്ല. ഇവിടെ യോഹന്നാൻ ലേഖനത്തിൽ 3-ാം വാക്യത്തിൽ പറയുന്നത്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തു യേശുവിനോടും കൂടെ മാത്രം.
പിതാവായ ദൈവത്തോടും പുത്രനായ ക്രിസ്തുവിനോടുമുള്ള കൂട്ടായ്മ വിട്ട് മറ്റേതെങ്കിലും കൂട്ടായ്മയിലേക്ക് നമ്മൾ ചായരുത്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ ഓർക്കണം, എനിക്കൊരു കൂട്ടായ്മയുണ്ട് കർത്താവുമായി. ആ നിരന്തരമായ കർത്താവുമായുള്ള കൂട്ടായ്മ ബന്ധമാണ് അവൻ ബലപ്പെടുത്തി. ഹൃദയത്തിനകത്തുനിന്ന് ആഗ്രഹിച്ചാൽ മതി, അടുത്ത ദിവസം ദൈവം തരും. അതാണ് ദൈവത്തിന്റെ കരുതൽ. ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു ദൈവം. ഞാൻ സുവിശേഷത്തിലേക്ക് ഇറങ്ങി ആദ്യ ചില നാളുകള് സാമ്പത്തിക ബിസിനസ് എല്ലാം വിട്ട് പൂർവ്വസഭയിലേക്ക് ഇറങ്ങി ഭവനത്തിനകത്ത് ഭയങ്കര ഞെരുക്കവും പട്ടിണിയുടെ അനുഭവമൊക്കെ കടന്നുപോയി കുറെ നാളുകളുണ്ടായി. മറ്റാരോടും ഞങ്ങൾ അത് ഷെയർ ചെയ്യാറില്ല. എന്റെ വീട്ടുകാരോടോ എന്റെ വൈഫിന്റെ വീട്ടുകാരോടോ ഞങ്ങൾ പറയാറില്ല. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും. ഒരു ദിവസം രാവിലെ എന്റെ വൈഫിന്റെ പപ്പ ഒരു ചാക്ക് സാധനം തോളി ചുമന്നുകൊണ്ട് രാവിലെ 6:30 ബസ്സിൽ അത് വീട്ടിന്റെ അടുത്തിൽ ഇറങ്ങി നടന്നു പോയില്ല. ഞങ്ങളത് ഒരു മനുഷ്യരോടും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത്, ബാംഗ്ലൂരിൽ ആളുകളോട് ദൈവം പറഞ്ഞു അവിടെ വീട്ടിനകത്ത് പട്ടിണിയാണ്. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് പകൽ അതുപോലെയുള്ള കരച്ചിലുണ്ടോ? എന്താ കാര്യം? നമുക്ക് കൈ കാശിന്റെ ആരുടെ ചോദിച്ചാൽ തരും. അന്നാണെങ്കിലോ ദൈവം മാത്രമേ ഉള്ളൂ ആശ്രയം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമ്മുടെ കൂട്ടായ്മ പിതാവായ ദൈവത്തോടും യേശു ക്രിസ്തുവിനോടും മാത്രമാണെങ്കിൽ നമ്മുടെ മേൽ പ്രകാശിച്ച ആ ജീവൻ, പ്രത്യക്ഷമായ ജീവൻ നിത്യജീവനായി പുറത്തു വരും. അത് വഴി തളർന്നു പോകുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ മറ്റാരെങ്കിലും കുറിച്ച് കേൾക്കുന്ന കാര്യം ഇതുപോലെ ഇരട്ടിപ്പിച്ച് പറയുന്നതല്ല. പിന്നെയോ ദൈവത്തിന്റെ സന്ദർശനം, ആ ദൈവത്തിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് നമുക്ക് അല്പം കൂടെ ധൈര്യമായി പറയാൻ കഴിയും. അതെനിക്ക് അനുഭവമായെങ്കിലേ പറയാൻ കഴിയുള്ളൂ. ഞായറാഴ്ച സഭാരാധനയിൽ വന്ന് വെറുതെ ഇരുന്നിട്ട് പോകുന്നവർക്കൊന്നും പറയാൻ കഴിയില്ല. ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം ആരെയൊക്കെ സ്പർശിക്കുന്നവോ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ആ സാന്നിധ്യം അത് അനുഭവമായി തീരണം. അവിടെയാണ് ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 4-ാമത് വാക്യം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇരുളിനെ പിടിച്ചടക്കാൻ കഴിയാത്ത ജീവനായിരുന്നു ക്രിസ്തു. നമുക്ക് ഇതെല്ലാം കാണാൻ അറിയാവുന്ന വാക്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത് വാക്യം, ജീവനെ സ്നേഹിക്കുന്നവർ തന്റെ ജീവനെ സ്നേഹിക്കുന്നവർ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവർ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം, യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം പറയാം. മറ്റൊരു ഭാഗത്തു നിന്നും കിട്ടാത്തതാണ് കർത്താവ് പറയുന്നത്. ഞാൻ തന്നെ പുനരുത്ഥാനവും, എന്നിൽ നിന്നുള്ള ജീവൻ നിങ്ങൾ പ്രാപിച്ചെങ്കിലേ നിങ്ങൾക്ക് പുനരുത്ഥാനം സംഭവിക്കുകയുള്ളൂ. മരിച്ച് 4 ദിവസം കഴിഞ്ഞ ലാസറിനെ പുനരുദ്ധരിപ്പിക്കാൻ കഴിയുന്ന ഒരു ജീവൻ എന്റെ അകത്തുണ്ട്. ഞാൻ വായു തുറന്നൊന്ന് കൽപ്പിക്കുമ്പോൾ മരിച്ച് 4 ദിവസം കഴിഞ്ഞ ലാസർ പുറത്തു വരും. ഇന്ന് പകൽക്കാലം ദൈവസഭ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് വിടുതൽ വന്നെങ്കിൽ നമ്മൾ അടങ്ങിയിരിക്കേണ്ടവരല്ല. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുവാൻ വിശ്വസ്തനായി കഴിയുവാൻ. ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ കുറിച്ച് എനിക്ക് അഭിമാനത്തോടെ പറയാം.
ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പൈശാചിക ശക്തി വെളിപ്പെട്ടാൽ ഞങ്ങൾ പാസ്റ്ററിലേക്ക് വന്ന് പറയേണ്ട കാര്യമില്ല, അവിടെ മേൽ അധികാരം കൊടുത്തിട്ടുണ്ട് ദൈവം. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ പാസ്റ്ററോട് പറയാമെന്ന് പറഞ്ഞിട്ട് വരേണ്ട കാര്യമില്ല, അവർ കൈവച്ച രോഗികൾ സൗഖ്യം പ്രാപിക്കും. ഇവിടെ നടക്കുന്ന വിടുതലിന്റെ ഓഹരിക്കാരാണ് അവര്. ആ കർത്താവ്, ആ കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധം, അതാണ് അതിന്റെ പ്രത്യേകത. ചില വർഷങ്ങൾക്ക് പുറകില് വീണാനാഥ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ, +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഇങ്ങനെ വായിക്കൂടെ ഇങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ട് അവസ്ഥയില്, സ്വന്തം അമ്മയെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എത്ര എഫക്റ്റുള്ള ഗുളിക കൊടുത്തിട്ടും അത് ഒരു അരമണിക്കൂർ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ഇവിടെ കൊണ്ടുവന്നു. അന്ന് തിങ്കളാഴ്ച ദിവസം ഇവിടെ പ്രാർത്ഥിക്കാനുണ്ടായിരുന്ന സഹോദരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനെ ദൈവം പൂർണ്ണമായി വിടുവിച്ചു. ആ ദൈവത്തിൽ ആ വിടുതൽ കണ്ടവരാ നമ്മൾ. അവിടെ വൺ മാൻ ഷോ അല്ല. നിങ്ങൾ പോയി പ്രാർത്ഥിച്ചാൽ വിടുതൽ നടക്കും. ഈ കൂട്ടായ്മ ബന്ധമാണ് അതിനെ ബലപ്പെടുത്തുന്നത്. ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ മുടന്ത ന്യായം പറഞ്ഞ് വീട്ടിലിരിക്കുന്നവർക്ക് പറ്റൂല. ആരാധന നടക്കുമ്പോ വാർത്തയോടെ ഓടിയെത്തുന്നവരെ കൊണ്ടാ ചെയ്യുന്നത്. സാഹചര്യങ്ങളുള്ളപ്പോൾ ഒരു മേജർ ഓപ്പറേഷൻ വേണമെന്ന്, ഡിസ്ക് മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന ഒരു യൗവനക്കാരൻ, അന്ന് ചില സഹോദരങ്ങൾ അപ്പോഴും ഇരുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ യൗവനക്കാരനെ സ്പോട്ടിൽ ദൈവം സൗഖ്യമാണ്. ദൈവത്തിന്റെ അത്ഭുതങ്ങളും വിടുതലുകളും നടന്ന അവിടെ ഇവിടെ നമ്മൾക്ക് അത് പ്രത്യക്ഷമായി കണ്ട വിടുതലുകളാ. 100 കണക്കിന് വിടുതൽ നമ്മൾ കണ്ടവരാ. പക്ഷെ നമുക്കൊരു തലതാണെന്നാണോ എന്ത് ചെയ്യണം? അതാണ് കുഴപ്പം. നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പോയാൽ തീരുള്ളൂ. ആശുപത്രി ഞാൻ ഇതിലല്ല. പക്ഷെ നമ്മൾ ഈ അത്ഭുതം കണ്ടവരല്ലേ. നമ്മുടെ കൈകൾക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. നമ്മുടെ നാവിന് കർത്താവ് അധികാരം തന്നിട്ടുണ്ട്. ആ വേദനയുള്ള ഭാഗത്തോട്ടൊന്ന് കൈവച്ചിട്ട് നീ വായി തുറന്ന് പറ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അത് സംഭവിക്കും. നിനക്ക് കൂട്ടായ്മ ക്രിസ്തുവിനോടും പിതാവിനോടും മാത്രമായിരിക്കും. പിതാവായ ദൈവത്തോടും ക്രിസ്തു യേശുവിനോടും കൂട്ടായ്മ ഉള്ളവർക്ക് മാത്രമേ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളെല്ലാവരും ഇവിടേക്ക് ഓരോരുത്തരും ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ടവരാ. നമ്മിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക ഈ ദിവസം. ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. മറ്റൊരു സ്ഥലത്തുനിന്നും അത് മരിച്ചവരെ ഓർപ്പിക്കാനുള്ള ശക്തി വരികയില്ല. അതാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. 100 കണക്കിന് ആളുകൾ ദൈവത്തിന്റെ അഭിഷക്തന്മാരുടെ ശുശ്രൂഷകൾ ഉയർത്തെഴുന്നേറ്റവരുണ്ട്. മരിച്ച ഉയർത്തെഴുന്നേറ്റ ധാരാളം പേരുണ്ട്. പക്ഷെ യേശുവിന്റെ നാമത്തിങ്കിൽ മാത്രമാണ് അത് നിലനിൽക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിക്കാം. മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ. സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ ഞാൻ വന്നിരിക്കുന്നത്. കർത്താവ് വന്നത് കുറച്ച് ജീവൻ തരാനല്ല, പിന്നെയോ സമൃദ്ധിയായ ജീവൻ തരാൻ. സമൃദ്ധമായ ജീവനാണ് നമ്മൾ ഓടിക്കാൻ തക്കവണ്ണം ബലപ്പെടും. ചില ഈ ചെറിയ ജീവികള്, എലിയ പോലെയുള്ള ജീവികളൊക്കെ ഒരു പൂച്ചയുടെ അടുക്ക കിട്ടിയ ഒറ്റ കടിക്കുന്ന കൊല്ലുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓടിപ്പോകാതിരിക്കാൻ കഴുത്തൊരു കടി കൊടുക്കും. എന്നിട്ട് അതിനെങ്ങനെ കൈ കൊണ്ട് തട്ടും. കഴിച്ച് ഓടുമ്പോൾ ഒരു കടി കൂടെ കൊടുക്കും. അതിന് ജീവനുണ്ട്, പക്ഷെ ഓടാനായിട്ട് ഇന്ന് അനേക ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്. നോക്കിയ ജീവനുണ്ട്. എന്താ കാര്യം? കൂട്ടായ്മ ബന്ധം എവിടെയൊക്കെയോ മുറിഞ്ഞു. അപ്പൊ നമ്മുടെ ബന്ധം യേശു ക്രിസ്തുവുമായി നിരന്തരമായി നിൽക്കുന്നുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാമത് വാക്യം വായിക്കുമ്പോൾ
റോമാലേഖനം 5:21. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. പാപം ഒരിക്കൽ വാണ് നമ്മെ മരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ദൈവകൃപ നിത്യജീവനായി വാഴുവാൻ, നിത്യജീവനിലേക്ക് നമ്മെ എത്തിക്കുവാൻ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം. എന്താണ് നിത്യജീവൻ? ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകും. ഈ ഒരു അറിവാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ക്രിസ്തുവിനെ എങ്ങനെ അറിയാം? യേശുവിനെ അറിയാൻ എല്ലാവർക്കും അറിയാം യേശുവിനെ. പക്ഷെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ എത്ര പേർക്ക് അറിയാൻ കഴിയും? എന്നെ അറിയുന്നത് പോലെ കർത്താവിനെ എന്നെയും അറിയാൻ കഴിയണം. അതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് യോഹന്നാൻ 15:7 പറയുന്നത്, ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്ന ഒരു അനുഭവം. അപ്പൊ ഞാൻ യേശുവിനെ അറിയുന്നത് പോലെ യേശുവിനെ എന്നെ അറിയാൻ കഴിയണം. ആ കൂട്ടായ്മ ബന്ധം, ക്രിസ്തു യേശുവുമായുള്ള കൂട്ടായ്മ ബന്ധം നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ കഴിയും. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ ആ വചന വ്യവസ്ഥയിൽ തന്നെ നിലനിന്നെങ്കിൽ എന്തെങ്കിലും ദൈവത്തിന് പ്രാപിക്കാം. രക്ഷിക്കുന്നതിന് മുമ്പുള്ള കാര്യം ദൈവം ഓർക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട ശേഷം ദൈവത്തിന്റെ കൽപ്പന വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറിയ അനേകർ കിടന്ന് വെള്ളം കുടിക്കുന്നത് പേര് ക്രിസ്ത്യാനിയാണ്, പെന്തക്കോസ്തിന്റെ ആരാധനയ്ക്ക് പോകുന്നു. പക്ഷെ വിടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്താ കാര്യം? ആദ്യത്തെ തീഷ്ണത നഷ്ടപ്പെട്ടു, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ, കഴിഞ്ഞ ദിവസം 36 വയസ്സ് പ്രായമുള്ള ഒരു യൗവനക്കാരൻ കോയമ്പത്തൂരിൽ വെച്ച് ട്രെയിൻ തട്ടി മരിച്ചു. ആ യൗവനക്കാരൻ 2 കുഞ്ഞുങ്ങളുമുണ്ട്. മൂത്ത കുട്ടി 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന പ്രായമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ആ മരണ വീട്ടിൽ പോകുമ്പോൾ ആ മരിച്ച മകന്റെ അമ്മയും ആലിയും ഒക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. അടക്കം കഴിഞ്ഞ് 2 ദിവസമായി. എന്നോട് പറഞ്ഞത്, അവൻ ജീവിച്ചിരുന്നപ്പോൾ അവന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച് പാസ്റ്ററെ. ഇനി നമ്മൾ കാര്യത്തിന്റെ കാര്യമൊന്നും അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ശരിയാണ്, ഒരുപാട് അവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്കൂളിൽ പോയേക്കാം. അവന്റെ അമ്മ സർക്കാർ ജീവനക്കാരിയാണ്. സ്കൂളിൽ പോയ സമയത്ത് പോകില്ല, പഠിക്കാൻ പറയുന്ന സമയത്ത് പഠിക്കില്ല. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കും മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ടില്ല, കൊടുത്തില്ല എന്ന് ഭയങ്കരമായിട്ട് വേണം വെച്ചു. അന്നൊക്കെ അവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രാർത്ഥന അവനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഫലത്തിലെത്താൻ കഴിഞ്ഞില്ല. ഒരു തൊഴിൽ തക്ക സമയത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജോലി അന്വേഷിച്ച് പോയ 1 മാസത്തിന് മുമ്പേ. പക്ഷെ ബോഡിയാണ് വീഡിയോ. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ പഠിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ പഠിച്ചാൽ പോലെ, ഇത്ര സമയം പഠിച്ചാൽ പോലെ, ഒത്തിരി സമയം കൂടി ഞാൻ ഫോൺ കണ്ടോണ്ട് നമുക്കെന്താ ലക്ഷ്യം? ഇന്ന് അനേക കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവതാളത്തിലാകുന്ന ഈ ഫോണാണ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട സമയം പഠിക്കണം, കളിക്കേണ്ട സമയം കളിക്കണം, ദൈവത്തെ ആരാധിക്കേണ്ട സമയം ദൈവത്തെ ആരാധിക്കണം. കർത്താവുമായുള്ള കൂട്ടായ്മ ബന്ധം വിട്ടുകളയരുത്. എവിടെയൊക്കെയോ ദൈവവുമായുള്ള ബന്ധം അകന്നുപോയെങ്കിൽ ഇന്ന് പകൽ അവിടെ നിത്യജീവന്റെ പ്രത്യക്ഷത വെളിപ്പെടണം. മന്ദീഭവിച്ചുപോയ പ്രാർത്ഥന അനുഭവത്തിനകത്ത് ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടണം. അവനത്തിനകത്ത് ഒരുമിച്ചുള്ള പ്രാർത്ഥന ഉയരണം. സഭ സത്തയോട് പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ
കുടുംബത്തിനകത്തുള്ള വിടുതൽ നിശ്ചയമായി നടക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 8-ാമത് വാക്യം. ഗലാത്യർ 6:8. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നമ്മൾ വിതയ്ക്കുന്നതാണ് കൊയ്യുന്നത്, അല്ലേ? ജഡത്തിൽ നിന്ന് വിതച്ചാൽ നാശം കൊയ്യും, ആത്മാവിൽ വിതച്ചാൽ നിത്യജീവൻ കൊയ്യും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാമത് വാക്യം വായിക്കുമ്പോൾ, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ഈ ലോകം മുഴുവൻ നാശത്തിലേക്ക് കൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും സ്വസ്ഥതയില്ല, സമാധാനമില്ല, കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല, പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും കഴിയുന്നില്ല. ഇടയ്ക്ക് ഒരു ദൈവദാസനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, പപ്പയുടെ പകല് മുഴുവനുള്ള അധ്വാനത്തിന്റെ ടെൻഷൻ മുഴുവൻ നീക്കുന്നത് വൈകിട്ട് വീട്ടിൽ വന്ന് വാടിയെടുത്ത് കുഞ്ഞുങ്ങളോട്. അമ്മയുടെ പകൽക്കാല ബന്ധപ്പാടിന്റെ ടെൻഷൻ എല്ലാം തീർക്കുന്നത് വടിയുമായിട്ട് വന്ന് കുഞ്ഞുങ്ങളോട്. അങ്ങനെയുള്ള കുടുംബത്തിനകത്തൊന്നും സ്വപ്നം വരുന്നത്. അപ്പൻ ടെൻഷൻ അനുഭവിച്ചാൽ കുഞ്ഞുങ്ങളൊന്ന് പിഴച്ചു. കുഞ്ഞുങ്ങൾക്ക് അടി കൊടുക്കേണ്ടത് തന്നെ, അത് ഞാൻ ഇതിനല്ല. പക്ഷേ ടെൻഷൻ തീർക്കുന്നത് കുഞ്ഞുങ്ങളുടെ മേലാകും. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഒരു മാതൃകയുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോട് പറയാൻ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നിശ്ചയമായും അനുസരിക്കും. വ്യക്തിപരമായി ദൈവവുമായി നമ്മുടെ ബന്ധം കുഞ്ഞുങ്ങൾ തിരിച്ചറിയണം. അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയുന്നത്. കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ ദൈവരാജ്യത്തിൽ. നിത്യജീവന്റെ വിത്ത് നമ്മുടെ അകത്തിട്ടത് ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടാനല്ല, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുക. ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം വന്നു. പ്രവാചകൻ വന്നു പറഞ്ഞു, നീ മരിച്ചു പോകും, വേഗത്തിന്റെ മൃഗകാര്യങ്ങൾ ക്രമത്തിലാണ്. ഹിസ്കിയാവ് നീതിയോടെ മരിച്ച ഒരു രാജാവാണ്, ദൈവഭയമുള്ള രാജാവാണ്. തന്റെ മുഖം ചുവര് നേരെ തിരിച്ചിട്ട് ദൈവത്തോട്, ദൈവമേ, ഞാൻ നിന്റെ സനി നിഷ്കളങ്കതയോട് നീതിയൊന്നും നീ അറിയുന്നല്ലോ. ദൈവം പറഞ്ഞു, അവന്റെ ആയുസിനോട് ഞാൻ 15 സംവത്സരം നീട്ടിക്കൊടുത്തു. അത് ആ രാജ്യത്തിനുള്ള അനുഗ്രഹമായ ശാപമായി. നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ ദൈവം അവന് സൗഖ്യം കൊടുത്തപ്പോ അവനെ കാണാനായിട്ട് മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകളെല്ലാം സമ്മാനങ്ങളുമായിട്ട് വന്നു. സമ്മാനങ്ങളുമായിട്ട് വന്ന സമ്മാനം അവന്റെ കണ്ണിനെ തുറന്നു കളഞ്ഞു, അല്ലെ? അവന്റെ ഭൗതിക കണ്ണടച്ചു. സ്നേഹിതന്മാർക്ക് വേണ്ടി അവന്റെ അപ്പൂപ്പന്മാരുണ്ടാക്കി വെച്ച സമ്പത്ത് മുഴുവനും തുറന്നു കാണിച്ചു. പ്രവാചകൻ വന്ന് പറഞ്ഞു, നിന്റെ പിതാക്കന്മാർ ഒരുക്കി വെച്ചത് മുഴുവൻ നീ അവർ കാണിച്ചു കൊടുത്തില്ലേ? ഇത് ഒരു സാധനമില്ലാതെ ഇവരെല്ലാം അടിച്ചുകൊണ്ട് പോകുന്ന സഹോദരന്മാരാണ്. അവന് ആയുധം നീട്ടിക്കൊടുത്ത് നന്മയ്ക്കായിട്ടോ? അവന് നന്മയായി. എന്നിട്ട് അവന് പ്രാർത്ഥന പറയും, അപ്പൊ എന്റെ കാലത്തിൽ അത് ഇവിടെ സ്വാർത്ഥതയില്ല. അടുത്ത തലമുറ അനുഭവിക്കേണ്ട നന്മ. അപ്പൊ ഹിസ്കിയാവ് മരിച്ചെങ്കിൽ ആ കൊട്ടാരത്തിലുള്ള സമ്പത്തുള്ള നിർത്തുന്നത് പറയുന്നത്. ദീർഘായുസ്സോട് പ്രാർത്ഥന സൂക്ഷിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ദൈവം ആയുസ് കിട്ടുന്നതാണ്. ദൈവരാജ്യം നഷ്ടപ്പെട്ടു. ആ തീഷ്ണത നിൽക്കുന്ന സമയം കർത്താവ് ചേർക്കണം.
അങ്ങനെ പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം ചെയ്യാൻ ദൈവം വിശ്വസിക്കും. അപ്പൊ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഉണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ. എനിക്ക് കേസൊരു കടയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പ്ലെയിൻ ആക്സിഡന്റിൽ 4 ജനമുള്ള ബിസിനസ് ചെയ്യുന്ന ഒരു കുടുംബം, 2 പേരും പ്ലെയിൻ അപകടത്തിൽ മരിച്ചു. അന്ന് തിരുവനന്തപുരം നഗരത്തിൽ വേദനിപ്പിച്ചതായിരുന്നു. ആദ്യം ഭർത്താവും കൂടെ ബിസിനസ് സംബന്ധമായ യാത്രയ്ക്ക് വിദേശ രാജ്യത്ത് പോയപ്പോൾ പ്ലെയിൻ അപകടത്തിൽ മരിച്ചു. അത് 2 കൊച്ചുമക്കളാണ്. ബിസിനസ് സംബന്ധമായി അവർക്ക് ബന്ധമുണ്ടായതാണ് ആ സ്ഥാപനം. നമ്മളെല്ലാം അവിടെ ചെന്ന് ഭാരത്തോടെ ചിന്തിച്ച ഒരു കാര്യമാണ്, ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിരിക്കും. ഞാൻ പറയട്ടെ, ആ അപ്പനൊക്കെ ജീവിച്ചിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ ഉള്ള നന്മ. നമ്മൾ ഇവിടുന്ന് 4-5 പോകുമ്പോൾ ആ മെയിൻ ഗേറ്റിന്റെ ഇപ്പുറത്തൊരു വലിയ സ്ഥാപനം ഇടതു വശത്ത് 3 നില കെട്ടണം. അവരുടെ മക്കളുടെ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം, നാം ദൈവത്തെ ഭയപ്പെട്ട നമ്മുടെ തലമുറകളെ, ഹിസ്കിയാ രാജാവ് തലമുറകൾക്ക് വേണ്ടി, ഹിസ്കിയാ രാജാവിന്റെ പിതാക്കന്മാർ കഷ്ടപ്പെട്ട് സ്വരൂപിച്ച് വച്ചതല്ല. ഹിസ്കിയാവിന്റെ ആയുസ് നീട്ടിക്കൊടുത്തതിന്റെ ഒറ്റ കാരണം നഷ്ടമായി. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽ എനിക്ക് ദൈവം ആയുസ് ഒരു ദിവസം കൂടെ നീട്ടിത്തന്നത് എന്റെ തലമുറകൾ അനുഗ്രഹമായെന്ന് പറയാം. കാരണം കർത്താവ് യോഹന്നാൻ പറയുന്നതാണ്, ജീവൻ എനിക്കും ഞങ്ങൾക്ക് പ്രത്യക്ഷമായി, പക്ഷെ നിത്യജീവനായി മറ്റുള്ളവർക്ക് കൊടുത്തു. അതിന് കാരണം ഈ ജീവൻ ഞങ്ങൾ തൊട്ടു നോക്കിയത്. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും പുത്രനായ യേശുക്രിസ്തുവിനോടും. പിതാവായ ദൈവത്തോടും യേശുക്രിസ്തുവിനോടും കൂട്ടായ്മ ആചരിക്കുന്ന ഒരു ദൈവമായതിന് മാത്രമേ നമ്മുടെ അകത്ത് പകരപ്പെട്ട ജീവനെ നിത്യമായി നിലനിർത്താൻ കഴിയൂ. ആ കർത്താവുമായുള്ള നിരന്തര ബന്ധം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാമത് വാക്യം, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നമ്മെ നശിപ്പിക്കുന്നതല്ല. ജീവൻ നിലനിർത്തുന്ന നിത്യമായ ജീവന്റെ പങ്കാളികളാണ് നമ്മൾ. വഴിയിൽ വെച്ച് പട്ടുകഥയും അനുവദിക്കുക. നമ്മുടെ കൂട്ടായ്മ ബന്ധം മുറിയാതെ ജീവിക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാമത് വാക്യം, യോഹന്നാൻ 6:27, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. കർത്താവിന് ഞാൻ ജീവന്റെ അപ്പമാകുന്നു, സ്വർഗത്ത് നിറഞ്ഞു വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. നിങ്ങൾ അധ്വാനിക്കേണ്ടുന്നത് ഈ ലോകത്തിലെ ആഹാരത്തിന് വേണ്ടിയല്ല, പിന്നെയോ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പി. നമ്മുടെ ആത്മീക വർധനവിന് ആവശ്യമായത് പ്രവർത്തിപ്പാൻ കർത്താവ് ഓർപ്പിക്കുന്നു. 1 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാമത് വാക്യം വായിക്കുമ്പോൾ, 1 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം 19-ാമത് വാക്യം, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുവീൻ. പിടിച്ചുകൊള്ളേണ്ടതിന് വരുംകാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിഷേധിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. ഇവിടെ സാക്ഷാലുള്ള യഥാർത്ഥത്തിലുള്ള ജീവൻ, നിത്യമായ ജീവൻ, നശിച്ചു പോകാത്ത ജീവനെ പിടിച്ചുകൊണ്ടാൽ വരുംകാലത്തേക്ക് അതൊരു നല്ല അടിസ്ഥാനമാണ്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 25-ാമത് വാക്യം വായിക്കുമ്പോൾ, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. നമുക്ക് ദൈവം നൽകുന്ന വാഗ്ദത്തം നിത്യജീവന്റെ വാഗ്ദത്തം, വഴിയിൽ വെച്ച് പട്ടുപോകുന്ന വാഗ്ദത്തം അല്ല. ദൈവത്തിന്റെ പദ്ധതി
പൂർത്തീകരിക്കാതെ നമ്മുടെ ആയുസ്സിനെ തുടങ്ങാൻ അതെ ലോകത്തിന് പിശാചിന് കഴിയില്ല. എന്താ കാര്യം? നമ്മുടെ അകത്ത് നിത്യജീവന്റെ വിത്തുണ്ട്. ആ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം പിശാചിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശത്രു ഭയപ്പെടണം. നമ്മളുമായിട്ടുള്ള ബന്ധം ആരുമായിട്ടാണെന്ന് നമ്മൾ നോക്കണം. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഇന്ന് കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ഇതുവഴിയൊക്കെ പോകുമ്പോ ആ വീട്ടിലൊന്ന് കയറി ചായ കുടിച്ചിട്ട് പോകുന്ന ഒരു പരിചയമുണ്ടെന്ന് വിചാരിക്കുക, അയൽവക്കക്കാരെ ഇവന്റെ അതിന് മാത്രം തുടങ്ങുമോ? എന്താ കാര്യം? ഈ കുടുംബത്തിന് ഇവിടത്തെ ഒരു ഭരണത്തിലിരിക്കുന്ന മന്ത്രിയുമായിട്ടുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ ചൊറിഞ്ഞാൽ എനിക്ക് അടി കിട്ടും എന്ന് അവനറിയാം. അങ്ങനെ ലോകത്തിലെ മനുഷ്യനറിയാൻ കഴിയുമെങ്കിൽ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധം നിരന്തരം കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമായി തന്നെ പിശാചുകാരെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇന്ന് സങ്കീർത്തനം വായിച്ചപ്പോൾ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെയല്ല. പിന്നെയോ അതിന്റെ പ്രതിഫലം നമുക്ക് അഷ്ടവും പ്രയാസവും എനിക്ക് മാത്രമൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ലോകമത്സ്യത് വന്നാൽ എന്നെ മരിച്ച് ആത്മഹത്യയുമായി ദൈവത്തിന്റെ സന്നിധിയിൽ അനിത്യമായ ആ ബന്ധം നിലനിൽക്കുന്നത് ക്രിസ്തുവേശുമുള്ള നിരന്തരമായ കൂട്ടം. 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. പാപങ്ങളെ നീക്കുവാനും പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. പാപങ്ങളെ നീക്കുവാനാണ് കർത്താവ് പ്രത്യക്ഷം. ഞങ്ങൾക്ക് ജീവൻ പ്രത്യക്ഷമായി. ഒരുവന്റെ മേൽ ആ ജീവൻ പ്രത്യക്ഷമായാൽ, ക്രിസ്തു പ്രത്യക്ഷമായാൽ അവന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുന്നത്. 3-ാം അധ്യായം 8-ാം വാക്യം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യമേ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് ഇവിടെ ലേഖനകർത്താവ് ഉറപ്പിച്ചു പറയുന്നു. എന്റെ മേൽ ദൈവം പ്രത്യക്ഷമായത്, ഈ ജീവൻ പ്രത്യക്ഷമായത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ. വെളിച്ചം വരുമ്പോൾ ഇരുളെന്ത് ചെയ്യുന്നു? ആ ദൈവിക വെളിച്ചം, ക്രിസ്തുവാകുന്ന വെളിച്ചം, ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന ആ ക്രിസ്തുവാകുന്ന വെളിച്ചം എന്റെ മേലും നിങ്ങളുടെ മേൽ വന്നാൽ പിശാചിന്റെ പ്രവൃത്തികൾക്ക് നിൽക്കുവാൻ സാധ്യമല്ല. എത്ര പേർക്ക് ഉറപ്പായി പറയാൻ കഴിയും ഞാൻ ആ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധം വിട്ടിട്ടില്ല എന്ന്? ആ കർത്താവിനെ വ്യക്തിപരമായി കണ്ട ഒരാളിനും കർത്താവുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ കഴിയില്ല. ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ പിന്നെ കർത്താവിനെ ഓർക്കാൻ പോലും കഴിയില്ല. അല്ലേ? നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനെ വഴി വെച്ച് കണ്ടാൽ നമ്മൾ ചോദിക്കും, പാസ്റ്ററെ സുഖമായിരിക്കും. എന്താ കാര്യം? നമ്മൾ വല്ലപ്പോഴും ഒക്കെ കണ്ട് പരിചയം ഒതുക്കും. ഒരു 20 വർഷത്തിന് മുമ്പേ കണ്ട ഒരു ദൈവദാസനെ കണ്ടാൽ നമുക്ക് ചിലപ്പോൾ ആള് പോലും തിരിച്ചറിയാൻ കഴിയില്ല. ചിലപ്പോൾ തോന്നും ഇത് നമ്മൾ എവിടെയും വെച്ച് കണ്ടിട്ടുണ്ട്, എവിടെ വെച്ചൊന്നും. ഇപ്പോൾ പലരും കർത്താവിനെ എങ്ങനെയാണ് പണ്ടം കണ്ടോ ഈ കർത്താവിനെ? ഇപ്പൊ ഒരു ബന്ധവും ഇല്ല. ഇന്ന് പകൽ പിതാവായ ദൈവത്തോടും ക്രിസ്തുയേശുവുമായുള്ള കൂട്ടായ്മ ബന്ധം, നിരന്തരമായ കൂട്ടായ്മ ബന്ധം നാം കാത്തു സൂക്ഷിക്കുന്നിടത്തോളം കാലം നമ്മുടെ ആവശ്യങ്ങളെക്കാൾ കർത്താവ് മതിയായവൻ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം വീര്യപ്രവൃത്തികളുടെ ദൈവമാണ്. രക്ഷിപ്പാൻ കഴിയാതെ ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഈ പകൽക്കാലം എത്ര പേർക്ക് ഉറപ്പായി പറയാൻ കഴിയും ഈ കർത്താവുമായുള്ള ബന്ധം ഒന്നുകൂടെ ഉറപ്പിക്കുക? ആ കർത്താവിൻ്റെതായ ജീവൻ എന്റെ മേൽ ഒരിക്കൽ വെളിപ്പെട്ടത് അത് നിത്യജീവനായി പരിണമിക്കാത്തത് കൊണ്ട് പലപ്പോഴും മുറിഞ്ഞു പോകുന്നു ആ ബന്ധം. ഇന്ന് പകല് അത് നിത്യജീവനായിട്ട് പരിണമിക്കണം, സാക്ഷാലുള്ള ജീവനായിട്ട്
ജീവിപ്പിക്കുന്ന ജീവനായി, ജീവൻ നിലനിർത്തുന്ന ജീവനായി നാം അത് മാറണം. നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി നമ്മൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുക, ഓരോ ദിവസവും പ്രാർത്ഥനയിൽ പോരാടുക നമുക്ക് കഴിയും. അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ. ആരോഗ്യമുള്ളപ്പോൾ അല്ലെ കർത്താവിന് വേണ്ടി ഓടുക. ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്ന സമയം വരും. ഹല്ലേലൂയ. രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ എനിക്ക് കണ്ണിൽ നിൽക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ വീട് മുഴുവൻ ഇങ്ങനെ കറന്നു പോയിരിക്കുന്നു. കുറേ സമയം ശ്രമിച്ചിട്ടായിട്ട് പണ്ടൊക്കെ ആണെങ്കിലോ ഉറക്കത്തിൽ നിന്ന് ഏത് അർദ്ധരാത്രി വിളിച്ചാലും അവിടെ ബൈക്ക് എടുക്കും, ഓടും. ഇപ്പൊ എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയിലോട്ട് മാറിയിരിക്കും. അപ്പൊ ഒരു ദിവസം ഇതൊക്കെ ഇങ്ങനെ വരും. കാലം അല്ലേ, പ്രായം കുറയുന്നോറും ഇങ്ങനെയൊക്കെ വരും. പക്ഷെ ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട. നമ്മുടെ അകത്ത് നിത്യജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ, ആ കർത്താവുമായുള്ള നിരന്തരമായ ബന്ധമുണ്ടെങ്കിൽ അതിനെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. ആ ഒരു തീഷ്ണത, ആ ഒരു താല്പര്യം നമ്മുടെ അകത്തുണ്ടാകും. എനിക്ക് അത് അഭിഷക്തന്മാർക്ക് യോഹന്നാന്മാർക്ക് കൂടുതൽ പറയുന്നത് എന്താ? നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടാനുണ്ടാകാൻ ഞങ്ങളിത് പറയുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ചു ചില മിനിറ്റുകൾ ദൈവസന്നിധി പ്രാർത്ഥനയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മോട് ഹൃദ്യമായി ഇടപെട്ടു. എന്റെ പേര് വെളിപ്പെട്ട ജീവൻ നിത്യജീവനായി പരിണമിക്കുന്നുണ്ടോ? അതോ കിട്ടിയെടുത്തു തന്നെ നിൽക്കുകയാണോ? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കുന്നു. ചത്തുവെങ്കിലോ വളരെ ഫലക്കാരി. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറത്തു വരണമെങ്കിൽ നമ്മുടെ സുഖ സൗകര്യങ്ങൾ അല്പം ഒന്ന് മാറ്റിവെക്കാം. നമ്മുടേതായ ആവശ്യങ്ങൾ അല്പം മാറ്റിവെച്ച് ആ നിത്യജീവന്റെ വളർച്ചയ്ക്കായി, എന്റെ അകത്ത് പ്രത്യക്ഷമായ നിത്യജീവന്റെ ആ തുടിപ്പ് ഒന്ന് വർദ്ധിക്കുവാൻ, ആത്മാവിലൊരു ദാഹം വരട്ടെ. ആത്മാവിലൊരു ദാഹം, ഒരു എരിവ് നമ്മുടെ അകത്ത് വരട്ടെ. കർത്താവിന് വേണ്ടി അധികം ഓടുക. കർത്താവിന് വേണ്ടി 2025 ഓടിയതുപോലെയല്ല, 2026 തീരുമാനത്തോടെ കർത്താവിന് വേണ്ടി ഓടുക. ഒരു പുതിയ തീരുമാനം നമ്മുടെ അകത്ത് വരട്ടെ. എത്ര നാൾ ഭൂമിയിൽ നമ്മെ ഓടിക്കുമെന്ന് അറിയില്ല. ഓടുവാൻ കിട്ടുന്ന കാലം തീഷ്ണതയോടെ ഓടുവാൻ, നമ്മുടെ ബലഹീനതകളിലേക്ക് നോക്കാതെ കർത്താവിലേക്ക് നോക്കി ഓടുവാൻ. എത്ര പേർക്ക് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ആ ദൈവത്തിന് നന്ദി പറയാൻ കഴിയും? നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകാതെ. നമ്മുടെ ലക്ഷ്യം യേശു ക്രിസ്തുവാണ്. നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യമാണ്. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. നിത്യതയിലേക്ക് നമ്മെ നയിക്കുന്ന ആ നിത്യജീവന്റെ പ്രത്യക്ഷത എന്റെ അകത്ത് വെളിപ്പെട്ടത്. ദമസ്കോസിന്റെ പടിവാളത്തിൽ വെച്ച് ശൗലിന്റെ മേൽ അത് വെളിപ്പെട്ടപ്പോൾ ശൗൽ പറയുന്നു, എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ഛേദമെന്നെണ്ണി. എനിക്കിനി ഒന്നേ പറയാനുള്ളൂ, എനിക്ക് ആ നിത്യത ലഭിക്കുമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നു. ഞാൻ തികഞ്ഞവനായെന്ന് പറയുന്നില്ല, ഇപ്പോഴും ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. എത്ര പേർക്കാണ് താല്പര്യമുള്ളത്, അവന് തീഷ്ണതയുള്ളത്? എന്റെ ജീവിതത്തില്, എന്റെ പ്രാർത്ഥനാനുഭവത്തില്, എന്റെ കൂട്ടായ്മ ബന്ധത്തില്, എന്റെ വേദപുസ്തക വായനയില് എവിടെയൊക്കെ കുറഞ്ഞു പോയോ അവിടെയെല്ലാം ആ ജീവന്റെ തുടുപ്പ് വെളിപ്പെടട്ടെ. നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ജീവിതത്തിൽ പരിണമിക്കട്ടെ, പരിവർത്തിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വലിയ പരിവർത്തനം ആദിമ നൂറ്റാണ്ടിൽ അതേ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ പരിവർത്തിക്കട്ടെ. ആഴത്തിന്മേലുള്ള ഇരുള് മാറ്റി വെളിച്ചത്തെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയത് ആ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനമാണ്.
എന്റെ മേലും നിങ്ങളുടെ മേലും ആ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഉണ്ടായാൽ ഇരുട്ടിന്റെ സ്വാധീനങ്ങളെ കരിച്ചു കളഞ്ഞിട്ട് ആ ജീവന്റെ വെളിച്ചം നമ്മുടെ മേൽ പ്രകാശിക്കുവാൻ തക്കവണ്ണം ആ നിത്യ ജീവന്റെ വെളിച്ചം ഓ ഹല്ലേലൂയ നമ്മുടെ മേൽ പ്രകാശിക്കുവാൻ തക്കവണ്ണം ആ നിത്യ ജീവന്റെ വിത്ത് എന്റെ മേലും നിങ്ങളുടെ മേലും അത് ഫലം കഴിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പരിവർത്തനം ഉണ്ടാകുവാൻ ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വലിയ ചലനം ഏതൊക്കെയോ മുടങ്ങിപ്പോയ നന്മകളെ എന്റെ കർത്താവ് മടക്കി തരികയാ. ദൈവത്തിന് അസാധ്യമെന്നൊരു പദമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഏതൊക്കെയോ മേഖലകൾ ഉണങ്ങിപ്പോയ അസ്ഥികൾ ജീവിക്കട്ടെ. ഉണങ്ങിപ്പോയ അസ്ഥികൾ ജീവിക്കട്ടെ. എവിടെയൊക്കെ തരിശുരങ്ങൾ ഈ ദിവസങ്ങളിൽ പച്ച വയ്ക്കുക, പുഷ്ടി വയ്ക്കുകയാ. ശാശ്വതമായ ഒരു പരിഹാരം കർത്താവ് നമുക്ക് നൽകുകയാണ്. ദൈവസേന പ്രാർത്ഥിക്കാം, ശക്തിയോടെ പ്രാർത്ഥിക്കാം. ആരും ഇറങ്ങിയിരിക്കരുത്. നാം പ്രാപിക്കുന്ന സമയമാണ്. ദൈവസേന പ്രാപിക്കുന്ന സമയമാണ്. അതരം തുറക്കാം. ആ ദൈവത്തിന് നന്ദി പറഞ്ഞ് 2025 ആരംഭത്തെ കണ്ട് അനേക ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോ എനിക്ക് ദൈവം നൽകിയ ദീർഘായുസ് എന്റെ തലമുറകൾക്ക് അനുഗ്രഹമായി മാറണം. ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെ സംസാരിക്കുക, ദൈവത്തിന്റെ ആത്മാവ് ആരോടോ സംസാരിക്കുക, പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ചില രോഗബന്ധനങ്ങള് എന്റെ കർത്താവ് അഴിച്ചു മാറ്റുകയാ. ആ വെളിച്ചം ആ ഭാഗത്ത് കടന്നു ചെല്ലട്ടെ. ആ നിത്യജീവന്റെ വെളിച്ചം അവിടെ പ്രത്യക്ഷമായി തീരട്ടെ. ചില കുടുംബങ്ങൾക്കകത്തുള്ള അസമാധാനങ്ങളെ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ ആ വെളിച്ചം അവിടെ പ്രത്യക്ഷമാകുമ്പോൾ ആ ഭവനത്തിലുള്ള ഇരുട്ട് മാറുകയാ. ചില ഭിന്നതകൾ മാറട്ടെ, ഭിന്നതകൾ മാറട്ടെ. ആത്മാവിന്റെ ഐക്യം വെളിപ്പെടട്ടെ. കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഐക്യം വെളിപ്പെടട്ടെ. ദൈവമുഖത്തേക്ക് നമുക്കൊരുമിച്ച് പ്രാർത്ഥന. ഹിസ്കിയാവ് ചുവരിന്റെ നേരെ മുഖം തിരിച്ച് ദൈവത്തോട് പറഞ്ഞു. അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. ഈ പകൽക്കാലം ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച ദൈവം വിടുവിപ്പാൻ ശക്തൻ. അസാധ്യമെന്ന് ലോകം പറയുമ്പോൾ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഈ പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവിന്റെ സന്നിധി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്വർഗത്തിലെ ദൈവം നമ്മെ ജയത്തോടെ നടത്തും. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടും. ഉയരത്തിലെ ശക്തിയാൽ ബലത്താൽ, ഉയരത്തിലെ കൃപകളാൽ ദൈവം നമ്മെ നിറയ്ക്കുക. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുക. കർത്താവേ, ഏതൊക്കെയോ ജീവിതങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയാത്തത് എന്റെ ജീവിതത്തിലെ കുറവാണ്. ഞാൻ പ്രാപിച്ച ആ നിത്യജീവന്റെ സന്തോഷം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. എന്റെ കുടുംബത്തിനകത്ത് ആ പ്രകാശനം ശോഭിക്കാൻ കഴിയുന്നില്ല. എന്റെ ചുറ്റുപാടുകളിലേക്ക് ആ പ്രകാശം വ്യാപിപ്പിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ ആ ഒരു തീഷ്ണത അകത്തു വരട്ടെ. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധം വർദ്ധിക്കുമ്പോൾ യേശുക്രിസ്തുവിനോട് കൂടെയുള്ള കൂട്ടായ്മ ബന്ധമാണ് ഒരു ആത്മീക വർധനവിലേക്ക് നയിക്കുന്നത്. അതിനായി നമുക്ക് ഒരുങ്ങാം, സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിപരമായി ഞങ്ങളോട് സംസാരിച്ചല്ലോ, അനേകരോട് തൊട്ട് സംസാരിച്ചല്ലോ. കർത്താവെ, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ടുന്നവരല്ല. അധികം കർത്താവിന് വേണ്ടി ഓടുക, എന്തെങ്കിലും ആയിത്തീരുക, കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുക. ഈ വർഷത്തിന്റെ ശേഷിച്ച ചില ദിവസങ്ങളേ ഉള്ളൂ. ദൈവസന്നിധിയിലൂടെ പ്രാപിച്ചെടുക്കുക. രാഗത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാൻ ആവശ്യമുള്ള ദൈവകൃപ പ്രാപിച്ചെടുക്കുക.
കർത്താവ് കൃപ ചെയ്യും. അവിടുത്തെ കരം കൂടിയിരിക്കുക, ജയത്തോടെ നടത്തണം, ദൈവ കൃപ കൊണ്ട് നിറയ്ക്കണം. യേശുപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവരെ കടന്നത് ഓരോ പ്രിയപ്പെട്ടവരോടും ദൈവം ഇടപെടുന്നു. മടക്കയാത്രയിൽ കൂടിയിരിക്കണം, സന്തോഷത്തോടെ സ്വഭവനങ്ങൾ പോയി സ്വസ്ഥമായി വസിച്ച് പിന്നെ ഒരുമിച്ച് കൂടി വരും വരെ ദൈവ തേജസ്സിന്റെ മറവിൽ മറയ്ക്കണം. അവിടുത്തെ കൃപയും സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കും. ഈ വചനം ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ അലസതകൾ മാറ്റിത്തരണം. ആത്മീക തീഷ്ണതയും ചൈതന്യവും ഞങ്ങൾക്ക് നൽകണം. ജീവനും ചൈതന്യമുള്ള വചനം ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. വചനം ജഡമായി തീർന്ന ക്രിസ്തുവിന്റെ വചനം ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണം. ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും ഞങ്ങൾ അനുഭവിച്ച് തൃപ്തിയോടെ ജീവിക്കുവാൻ ദൈവം സഹായിക്കുക. അവിടുത്തെ കൃപ കൊണ്ട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനകൾ കേൾക്കുന്ന പരിശുദ്ധ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തിപ്പും നാം ഏവരോടും നമ്മെ കേൾപ്പിച്ച വചനങ്ങളോടും നാം എടുത്ത തീരുമാനങ്ങളോട് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ നിലനിൽപ്പിനോട് ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണം. സമാധാനത്തോടെ പോകാം. ദൈവം